ജീവൻ രക്ഷിച്ചതല്ലേ ഇവള്. അതിന്റെ നന്ദിയെങ്കിലും പറഞ്ഞിട്ട് പോ. നീ ചെയ്തതിനൊക്കെയുള്ള കൂലി ഞാൻ തരാം. ഗാഥ കണക്കുകൂട്ടി വെച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. വരട്ടെടി. தலைவி வணக்கம். தலைவியா என்ன ஈ நேரத்துங்க? എന്താ ഇത്? ഒരു ദേവി ഇന്നൊരു തലേവി. ഓ അമ്മ, ഞാൻ കണ്ടു. എൻ തലൈവിയുടെ വിശ്വരൂപം ഞാൻ കണ്ടു. നീങ്ക വെറും പിറവിയല്ലേ, നീങ്ക കടവുൾതാൻ, നീങ്ക കടവുൾതാൻ, നീങ്ക കടവുൾതാൻ അമ്മ. എല്ലാ ചടങ്ങുകൾക്കും ശേഷം കൃഷ്ണ തിരിച്ചുപോയി. കൃഷ്ണ പോയതിനു ശേഷം നവീനും ഗാഥയും തമ്മില് വീണ്ടും പിണക്കമുണ്ടായി. ഗാഥ ഇപ്പൊ കളരിക്കലില്ല. ചേരേണ്ടവര് തമ്മിലേ ചേരൂ സരസ്വതി അമ്മേ, അതില് മാറ്റമില്ല. ഇടയിൽ എന്തൊക്കെ സംഭവിച്ചാലും കൃഷ്ണയും നവീനും ഒന്നിച്ച് ജീവിക്കുന്ന ലക്ഷണം പറയുന്നേ. അതുടനെ ഉണ്ടാകൂ തിരുമേനി? അത് പ്രവചിക്കാനാവില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. നവീനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. സീതാദേവിയെ പിരിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രീരാമന്റെ ഹൃദയത്തിലും വേദന ഉണ്ടായിട്ടില്ലേ? സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞ് രണ്ടു ഭാഗങ്ങളിലായാലും വിഷമമുണ്ടാവും. പക്ഷേ കാലം അതിനൊരു സമയം തീരുമാനിച്ചിട്ടുണ്ടാവും. അവര് തമ്മിൽ കൂടിച്ചേരുമ്പോഴേക്കും അവരുടെ മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവരുടെയും സങ്കടം അതോടെ മാറും. നടന്നോളൂ. അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം മോളെ. അയ്യോ ദുബായ് മാമ, അക്കാര്യം മാത്രം ഇവളോട് പറയല്ലേ. ഇവള് മുമ്പ് ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാലേ ഇവള് നമുക്ക് നേരെ ചാടും. പിന്നെ ചാടാതെ. എനിക്കെപ്പോഴും എല്ലാവരുടെ കൂട്ടത്തിലും നിൽക്കാനല്ലേ ഇഷ്ടം. എനിക്ക് എന്തേലും പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച പിന്നെ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ? മോളെ, ഈ ഗാഥയുടെ വരവും പോക്കും നിസ്സാരമായി കാണണ്ട കേട്ടോ. ഇവളുടെയൊക്കെ ഒരു കാര്യം എന്താണെന്നറിയോ? ഒറ്റ ബുദ്ധികളാ. ഒരു കാര്യം തീരുമാനിച്ചാ അത് നടപ്പാക്കാൻ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ പിടിച്ചാ കിട്ടില്ല. ഇന്ന് തനിച്ചു വന്നവള് നാളെ ആരെയെങ്കിലും കൂട്ടി വരില്ല എന്ന് ആര് കണ്ടു? ആ വരട്ടെ ദുബായ് മാമ. ഈ നാട്ടിലേക്കല്ലേ അവൾ എത്ര ആളെ കൂട്ടി വന്നാലും അവര് മുഴുവൻ വേണ്ടതൊക്കെ വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോവൂ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ മോളിക്കുട്ടി. മുമ്പായിരുന്നു കൃഷ്ണയും അമ്മയും ഈ ലോകത്തിന്റെ മൂലയില് ഒറ്റപ്പെട്ട് കിടന്നിരുന്നെ. ഇപ്പൊ അങ്ങനെയാണോ? ചുറ്റിലും ആൾക്കാരുണ്ട്, ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്, ദൈവമുണ്ട്, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ആ എങ്കിൽ കുഴപ്പമില്ല. എടാ സെൽവ, നീ എന്തായി പറയുന്നത്? എന്നിട്ട് എവിടെ നീ പറയുന്നത് ദേവി? നീങ്ക വാങ്ങോ, കാണിച്ചു തരാം അമ്മേ. ഇത് എന്തു പറ്റി നമ്മുടെ ചെലവന്? അമ്മ, സെൽവൻ ഇന്നലെ രാത്രി ദേവിയുടെ ദിവ്യദർശനം ഉണ്ടായെന്നാ പറയുന്നത്. അത് കൊള്ളാം. അപ്പൊ സെൽവൻ ഒരു പുതിയ ബിസിനസ് ആയല്ലോ. ബിസിനസ് അല്ല സാർ, സത്യം. ഞാൻ കണ്ടു സത്യം. ഇന്നലെ രാത്രി മലയ്ക്ക് മുകളിൽ ആകാശം മുട്ടിയൊരു രൂപം, മുഖത്ത് ദൈവകല, കണ്ണുകളിൽ തീപ്പൊരി. അതാരാണെന്നറിയോ? ഇവര് എന്നോട് തലേവി കൃഷ്ണ. ഞാനോ? പേസക്കൂടാതമ്മ, ഇത് ഭക്തരുടെ പ്രാർത്ഥന. അമ്മേ ദേവി ശരണം, അമ്മേ ശരണം, ദേവി ശരണം, അമ്മേ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? നിനക്ക് ചെലവൊന്നുമില്ലല്ലോ. ആളുകളെ പിടിച്ച് ദൈവാക്കിയല്ലേ, അതൊരു നല്ല കാര്യമല്ലേ? ഇടി, നീ ഒന്ന് മിണ്ടാതിരുന്നു മോളിക്കുട്ടി.
ഞാൻ പറഞ്ഞില്ലേ ആകാശം മുട്ടേ നിന്നിരുന്നു ഈ ദേവി. അമ്മേ, ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ദേ രണ്ടായി പിളർന്നു നിൽക്കുന്നു. എനിക്കുറപ്പാ ഇത് മുരുക ഭഗവാനുടെ അമ്മ പാർവതിതാ, അതിലൊരു സംശയമില്ല. അമ്മേ, എന്റെ സെൽവണ്ണ, മുമ്പ് എന്നെ പിന്നാലെ നടന്ന് നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെക്കാളും കൂടിയ ദ്രോഹ ദേ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്ന. ജോലി ചെയ്യുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ല മോളെ. എന്നാലേ ഇനി കൈ പൊള്ളിച്ച് ഇങ്ങനെ ജോലി ചെയ്യണ്ട. എന്താ ഇത്? ഇതാണ് പ്ലാസ്റ്റിക് പൗച്ച് സീലർ. എന്ന് വെച്ചാലേ കൈ പൊള്ളാതെ പ്ലാസ്റ്റിക് കവർ ഒട്ടിക്കാനുള്ള സൂത്രം. കാണിച്ചുതരാം. ഇനി അമ്മ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയേ.